വിദ്യാർത്ഥികൾക്ക് ഇനി ലഹരിയില്ല. വിദ്യാർത്ഥികളെ കായിക വിനോദങ്ങൾക്ക് അടിമകളാക്കി മാറ്റി ലഹരികൾക്കെതിരെ ശക്തമായ പ്രതിരോധമാക്കുകയാണ് ജില്ലാ എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പിലെ ഉണർവ് പദ്ധതിയിൽ കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ എത്തിച്ചു നൽകി. ലഹരി മാഫിയകൾ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുമായാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ടു പോകുന്നത്. വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതോടൊപ്പം അവരുടെ കർമ്മശേഷിയെ ക്രിയാത്മകമായ മറ്റു മേഖലകളിൽ കൂടി വിനിയോഗിക്കുന്നതിനായി വിമുക്തിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ്. പഠന മികവിനോടൊപ്പം വിദ്യാർത്ഥികളെ തെറ്റായ പ്രചോദനങ്ങളിൽ നിന്നും വഴിതിരിച്ച് കായികപരമായും കലാപരമായുമുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ തന്നെ സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സ്പോർട്സ് ഉപകരണങ്ങൾ വയനാട് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം രാകേഷ് സ്കൂളിന് സമർപ്പിച്ചു. ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്കോ പാലക്കാട്ടേക്കോ എവിടേക്ക് തിരിച്ചു പോയാലും ശരി, സ്പോർട്സിൻ്റെ പേര് എന്നും വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഞാൻ എന്നും ഇതുപോലുള്ള കുട്ടികളുടെ സ്പോർട്സോ കായിക രംഗങ്ങളുള്ള ആ പേജ് വായിക്കുന്ന സമയം കാക്കവയൽ സ്കൂൾ അതിലുണ്ടോ എന്ന് എന്നും ഞാൻ പരിശോധിക്കുന്നതാണ്. നിലവിൽ സ്കൂളിൽ അത്ലറ്റിക് അക്കാദമി രൂപീകരിച്ച് രാവിലെയും വൈകിട്ടുമായി വിദ്യാർത്ഥികൾക്ക് കായിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. കായിക ഉപകരണങ്ങളുടെ പ്രയോജനം വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പുവരുത്തിയുള്ള പരിശീലനമാണ് നടത്തുന്നത്. കായിക അധ്യാപകരായ ബിന്ദു NK, സുനിൽ KA എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. പ്രധാന അധ്യാപകൻ KM സുനിൽകുമാർ, PTA പ്രസിഡന്റ് N റിയാസ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷാജി AJ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൗണ്ട് നവീകരണമടക്കമുള്ള മറ്റു പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാക്കവയൽ.